കൊല്ലം സഹോദയ സർഗോത്സവം ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയയുടെ നേതൃത്വത്തിൽ സർഗോത്സവ 25 ഒക്ടോബർ 24 കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ ആരംഭിക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 സഹോദയ പ്രസിഡന്റ് റവന്യൂ ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തിലിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സർഗോത്സവ സമ്മേളനം കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യും. സഹോദയ ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് സാലസ് സ്വാഗതവും ജനറൽ കൺവീനർ ഫാദർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തും. കൺവീനർ അഷ്ന രാജൻ, സ്കൂൾ ചെയർമാൻ സി ഷാജി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തും. തുടർന്ന് 9 വേദികളിലായി 2500ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഒപ്പന, സംഗന്യത്തം, തിരുവാതിര, കോൽക്കളി, കുച്ചുപ്പുടി, ഇംഗ്ലീഷ് നാടകം, മൂകാഭിനയം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, ഇംഗ്ലീഷ് മലയാളം പദ്യം ചൊല്ലൽ, മോണോ ആക്ട്, മിമിക്രി തുടങ്ങി 140 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 5ാം ഘട്ടമായിട്ടാണ് ഗായത്രി സെൻട്രൽ സ്കൂളിൽ വെച്ച് സഹോദയ സ്റ്റേജ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സഹോദയ വൈസ് പ്രസിഡന്റ് എബ്രഹാം കരിക്കും അധ്യക്ഷത വഹിക്കും. പ്രശസ്ത സിനിമാതാരം കുമാരി സരയെ ഉദ്ഘാടനം നിർവഹിക്കും. സഹോദയ ട്രഷറർ റവറന്റ് ഫാദർ അരുണേറത്ത്, പത്രസമ്മേളനത്തിൽ റവറന്റ് തുടങ്ങിയവർ എബ്രഹാം തലോത്തിൽ. ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി, കൺവീനർ അഷ്ന രാജൻ, പ്രിൻസിപ്പൽ ലീന ശങ്കർ, PTA പ്രസിഡന്റ് രാജിനാഥ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. തുടങ്ങിയിട്ട് 10 വർഷമായി പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ ഒക്കെ ആയി മാറി മാറി ശുശ്രൂഷ ചെയ്തിട്ട് ഈ 10 വർഷങ്ങൾക്കുള്ളിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കലോത്സവത്തിന് കണ്ട ഒരുക്കങ്ങളെക്കാൾ കൂടുതൽ ഒരുക്കങ്ങളാണ്. അത് പണം നോക്കുന്നില്ല, സമയം നോക്കുന്നില്ല, ആരോഗ്യം നോക്കാതെ ഷാജി സാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം ഇവിടെ വർക്ക് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ കാണും. 24-25 ദിവസങ്ങളിലെ ഗായത്രി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായി കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. കാരണം ഈ സഹോദയയുടെ ഭൂരിഭാഗം സ്കൂളുകളും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. തിരുവനന്തപുരം കാട്ടാക്കട മുതൽ ഇങ്ങ് തോട്ടപ്പള്ളി വരെയുള്ള പ്രദേശത്ത് നീണ്ടു കിടക്കുകയാണ് കൊല്ലം സഹോദയയില്. അതിലൊരു മൂലയ്ക്ക് കിടക്കുന്ന ഗായത്രി സെൻട്രൽ സ്കൂളിലേക്ക് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വേണം തെക്കേ അറ്റത്ത് കിടക്കുന്ന സ്കൂളിൽ നിന്ന് ഇവിടെ കുട്ടികളുമായിട്ട് എത്തുന്നതിന്. ഗായത്രി സ്കൂളിനോടുള്ള ഒരു ആദരവായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കും. കൊല്ലം സഹോദയയിലെ മറ്റ് സ്കൂളുകളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവര് അവഗണിച്ചുകൊണ്ട് ഇത്രയും ദൂരം യാത്രയെത്തി ഗായത്രി സ്കൂളിൽ വെച്ച് ഇത്തരത്തിലൊരു സഹോദയയുടെ കലോത്സവം സംഘടിപ്പിക്കുവാൻ തയ്യാറായതിൽ ആദ്യമേ തന്നെ പ്രസിഡന്റ് എന്ന നിലയിലെ സാറിനെ, ബ്രൂക്കിലെ ഫാദർ എബ്രഹാം തലോത്തിൽ അച്ഛനെ ഞാൻ വളരെയധികം സ്നേഹാദരവോടുകൂടി നന്ദി അറിയിക്കുന്നു. ഇത്തരത്തിൽ ഗായത്രി സെൻട്രൽ സ്കൂളിൽ വെച്ച് ഇതുപോലെ വിപുലമായ ഒരു പരിപാടി നടക്കുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.